ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ടോപ്പിക് മെഡിക്കൽ റിലേറ്റഡ് ആണ്. കാര്യം ഞാൻ നാട്ടിൽ വെച്ച് തന്നെ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ അപ്പോയിൻമെന്റ് കിട്ടാനും ഡോക്ടേഴ്സിനെ കാണാനും അങ്ങനെ കുറച്ച് നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ല പണിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ടിന് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. കുറച്ച് പേർക്ക് ഇത് ഉപകാരപ്പെട്ടാൽ അത് നല്ലതായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഫസ്റ്റ് എന്തിനു വേണ്ടിയായിരുന്നു അത് പറയുവാണെങ്കിൽ വലിയ കഥയാ. നാട്ടിൽ വെച്ചിട്ട് ഞാൻ 2 വീലർ ഓടിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ വീട്ടിലേക്കല്ല ഹോസ്റ്റലിലേക്ക് പോകാൻ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ആക്സിഡന്റ് ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ 2 വീലറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പോണ വഴിക്ക് നമ്മുടെ നാട്ടിലെ പോസ്റ്റിൽ നിന്ന് ഈ കേബിൾ ചുറ്റി വെക്കുമല്ലോ, സ്ഥിരമാണല്ലോ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് തമ്മനത്ത് അതൊരു സ്ഥിരം കാഴ്ചയാണ്. അവിടെ കേബിളിൽ നിന്ന് പോസ്റ്റിൽ നിന്ന് ഈ കേബിൾ ഹാങ് ചെയ്ത് കിടന്നു. അത് നേരെ മിററിൽ ചെന്നിട്ട് ഉടക്കി, എൻ്റെ വണ്ടിയുടെ മിററിൽ ഉടക്കി. അത് വണ്ടി നിന്നു, ഞാൻ തെറിച്ചുപോയി വീണു. എൻ്റെ ഈ മുട്ട്, ഈ പ്രോക്സിമ ഫ്രാക്ചർ ആയിരുന്നു. നാട്ടില് ട്രീറ്റ്മെന്റ് നാട്ടിലെ റിനയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. റിനയിൽ അവര് സ്റ്റീലിട്ട് ഇംപ്ലാന്റ് ഇട്ട് ഞാൻ കയറി വന്നതിന് തൊട്ട് മുന്നേ ഇംപ്ലാന്റ് റിമൂവ് ചെയ്തു. കാരണം ഇത് കോൾഡ് കൺട്രി ആയതുകൊണ്ടിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു അതിൻ്റെ അകത്തൊരു എക്സ്റ്റേണൽ മെറ്റൽ കിടക്കുന്നത് കൊള്ളൂല, ഭയങ്കര പാടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് എൻ്റെ മുട്ടിന് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി. കാരണം ഞാൻ ടാക്കോസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലും നിന്നിട്ടുള്ള ജോലിയാണ്, ഒരു 10 അവർ 12 അവർ നിന്നിട്ടുള്ള ജോലി ആയതുകൊണ്ടിട്ട് മുട്ടിനത് ഭയങ്കര പ്രശ്നമായി. മുട്ട് ഭയങ്കര വേദന. ഞാൻ ആ ഒരു റാപ്പ് ഉണ്ട്, എന്തോ പേര് പറയും, മറന്നു പോയിട്ടും, അത് കെട്ടിവെച്ചുകൊണ്ടാണ് ഞാൻ സ്ഥിരം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. കാരണം വെയിറ്റ് എടുക്കാനൊക്കെ മുട്ടിനൊരു ഹോൾ ക്രേപ്പ് ബാൻഡേജ് അല്ല, ഈ മുട്ടിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു, അതായത് ഈ പ്രായമായ കാർന്നോമാരൊക്കെ ഇട്ടുകൊണ്ട് നടക്കണ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു തുളയുള്ള രീതിക്ക് ഒരു സാധനം അത്. അപ്പം ആ ഒരു സാധനം ഇട്ടിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. കാരണം വെയിറ്റ് എടുക്കുമ്പം അത് ഭയങ്കര പാടാ, ഇത് മുട്ടിന് ബലയില്ലാത്തത് കൊണ്ടിട്ട്. അപ്പൊ വേദന സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോയിന്റ്മെന്റ് കിട്ടണത് ഭയങ്കര പാടാണ് ആക്ച്വലി. ബേസിക്കലി പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഞാൻ നമ്മുടെ ഫസ്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എപ്പോഴും GP തന്നെയാണ്. നമ്മള് ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ ഫുള്ള് ഫ്രീയാ. ഫ്രീ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് കയറി വരുമ്പോഴേ IHS ചാർജ്, ഇൻഷുറൻസ്, ഹെൽത്ത് സർചാർജ് കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പം ഫ്രീ ആണ്, പക്ഷെ ഫ്രീ അല്ല എന്ന് പറയാം. അപ്പം നമുക്ക് എക്സ്ട്രാ കാശൊന്നും പേ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ GP ആണ് ഫസ്റ്റ് കോണ്ടാക്ട് എന്ന് പറയണത്. ഞാൻ ആദ്യം ഫസ്റ്റ് GP വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ മുട്ടിന് ഭയങ്കര വേദനയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഞാനൊരു 6 months വെയിറ്റ് ചെയ്തു. അപ്പോയിന്റ്മെന്റിന് മാത്രം ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കൺസൾട്ട്, ഫസ്റ്റ് GP അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടി മാത്രം ഞാനൊരു 6 months വെയിറ്റ് ചെയ്തു. എന്നിട്ടും അവരെന്നെ വിളിച്ചില്ല. ഞാൻ അത് കഴിഞ്ഞ് വിളിച്ചിട്ട് ഞാൻ അവരോട് ആക്ച്വലി പറഞ്ഞു, എനിക്ക് നടക്കാൻ പോലും പറ്റണില്ല, ജോലിക്ക് പോകാൻ പറ്റണില്ല, യൂണിയിൽ പോകാൻ പറ്റണില്ല, എൻ്റെ ഡേ ലൈഫ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കണില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആഫ്റ്റർ 2 weeks എമർജൻസി പറഞ്ഞപ്പം അവര് ഒരു 2 weeksനുള്ളിൽ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് എല്ലാം ഫ്രീ ആണ്. GP ഫ്രീ ആണ്, ഹോസ്പിറ്റൽ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ് ആക്ച്വലി. കാരണം നമ്മൾ ഈ IHS ചാർജ് ആദ്യമേ കൊടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാം ഫ്രീ ആണ്. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ഞാൻ എന്തോ 2022 ഫെബ്രുവരിയിൽ എന്തോ ആണ് ഞാൻ മുട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് GPനെ കോണ്ടാക്ട് ചെയ്യുന്നത്. എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണത് എൻ്റെ ഓഗസ്റ്റോ സെപ്റ്റംബറോ എന്തോ ആണ്. അത്രയും ടൈം ഞാൻ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ആദ്യം അവർ MRI എടുത്തു, CT സ്കാൻ എടുത്തു. പക്ഷേ ഈ MRI CT സ്കാൻ എടുക്കുന്നതിനൊക്കെ ഒരു 1 month ഗ്യാപ്പ് അല്ലെങ്കിൽ 1.5 മാസം ഗ്യാപ്പ് ഓരോ സ്കാനിങ്ങിനും. അതല്ല, ഫസ്റ്റ് CT സ്കാൻ വന്നു. ഫസ്റ്റ് CT സ്കാൻ വന്നിട്ട് പിന്നെ നമ്മൾ ഡോക്ടറെ കാണണം. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പിന്നെ MRI സജസ്റ്റ് ചെയ്യും. അതിന് പിന്നെയും ടൈം എടുക്കും. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് 2 ഹോസ്പിറ്റലിൽ അവരെന്നെ റെഫർ ചെയ്തു. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ അവരെ വിളിച്ചതിന്റെ ബേസിലും സെക്കൻഡ് ഞാൻ അവരെ വിളിച്ചതിന്റെ ബേസിലും 2 ഹോസ്പിറ്റൽ. അതെന്തോ ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കൂല, എന്തോ ആക്സിഡന്റ് ആയിട്ട് അങ്ങനെ സംഭവിച്ചതാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ 2 ഡോക്ടേഴ്സിനെ ഞാൻ കാണുന്നുണ്ട്. കാരണം ഏതാദ്യം കിട്ടുമായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. അപ്പം ആദ്യത്തെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്തു.
ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്ത് ഞാൻ ഫിസിയോതെറാപ്പി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഫിസിയോതെറാപ്പി സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിയുള്ള കൂടത്തിലായതുകൊണ്ടിട്ട് ഫിസിയോതെറാപ്പി അങ്ങനെ പോയില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഹോസ്പിറ്റൽ, ഫസ്റ്റ് ഹോസ്പിറ്റൽ ക്യൂൻസ് ഹോസ്പിറ്റലാണ്. അത് കംപ്ലീറ്റ് NHS വലിയ ഹോസ്പിറ്റലാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്രാക്ടീസ് പ്ലസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്ന് തന്നെയാണ് കണ്ടത്. പക്ഷെ എൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന മാനേജറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണെന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രാക്ടീസ് പ്ലസ് ഗ്രൂപ്പിൽ ഡോക്ടറെ കണ്ടപ്പോൾ ആർത്രോസ്കോപ്പി വേണമെന്ന് പറഞ്ഞു, സർജറി ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സർജറി ലാസ്റ്റ് ഇയർ ഏപ്രിലാണ് ഞാൻ സർജറി ചെയ്യുന്നത്. അപ്പൊ സർജറിക്ക് വേണ്ടി എത്ര ടൈം എടുത്തു? ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, പിന്നെ സർജറിക്ക് വേണ്ടിയിട്ട് ആക്ച്വലി എനിക്ക് അധികം സമയം എടുത്തില്ല. എമർജൻസി ആയതുകൊണ്ടാണ്. അല്ല, അത് സത്യം പറഞ്ഞാൽ ക്യൂൻസ് ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ്. അവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റിംഗ് ലിസ്റ്റ്. എന്നെക്കാളും ഒക്കെ സിവിയർ ആയിട്ട് നടക്കാൻ പോലും വീൽ ചെയറിൽ വരുന്ന ആൾക്കാർക്ക് വരെ അവർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രാക്ടീസ് പ്ലസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഹോസ്പിറ്റലാണ്. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടി. അതുകൊണ്ടിട്ടാണ് കിട്ടിയത്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്റെ ഏജിന്റെ ഉണ്ടാവും. കാരണം ഏജ് ചെറിയ ഏജ് ആണല്ലോ. അപ്പൊ മുട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതും ഭയങ്കര പാടാണല്ലോ. അതും അവരൊരു പ്രയോറിറ്റി ആയിട്ട് കണക്കാക്കി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അറിയാൻ പാടില്ല. എന്തോ ഭാഗ്യം കൊണ്ടിട്ട് എനിക്ക് നേരത്തെ ആർത്രോസ്കോപ്പി സജസ്റ്റ് ചെയ്ത് ഞാൻ സർജറി ലാസ്റ്റ് ഇയർ ഏപ്രിലിൽ ചെയ്തു. അപ്പൊ നാട്ടില് ഇപ്പൊ സർജറി നാട്ടിലും ചെയ്ത് ഇവിടെയും ചെയ്തെന്ന് പറഞ്ഞില്ല, ബെറ്റർ ഏതാണോ തോന്നിയത്? ഇല്ല, എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ആക്സിഡന്റ് ആയ ടൈമിൽ ഞാൻ ചെന്ന് അന്ന് നൈറ്റ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. പിറ്റേന്ന് എനിക്ക് സർജറി ആയിരുന്നു റെനയിൽ. അത് പക്ഷെ എമർജൻസി ആയിരുന്നു. സെക്കൻഡ് ഇംപ്ലാന്റ് റിമൂവൽ ആണെങ്കിൽ പോലും എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് പിറ്റേന്ന് അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് സർജറി ചെയ്തതല്ല ഉദ്ദേശിച്ചത്. ഇപ്പം സർജറി ചെയ്തതല്ല, അത് ടൈം. മറ്റേ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും നല്ലതാവും. ഒന്നാമത്തെ കാര്യം ഞാൻ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ചെയ്തത്, നാട്ടിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു മാറ്റം എങ്ങനെയാണെങ്കിലും ഉണ്ട്. ഇവിടെ ആണെങ്കിലും എല്ലാരും നല്ല ഫ്രണ്ട്ലി, എല്ലാവരും ട്രീറ്റ്മെന്റ് ആണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. പക്ഷെ എന്നെ അന്ന് കയറ്റിയിട്ട് എനിക്ക് അന്ന് തന്നെ ഡിസ്ചാർജ് തന്നു. ഇവിടെ അന്ന് കയറ്റിയിട്ട് അന്ന് തന്നെ. കാരണം അത് വലിയ പ്രൊസീജിയർ എന്ന് വെച്ചാൽ വലിയ സർജറി ആയിരുന്നില്ല, ആക്ച്വലി ഒരു ചെറിയ പ്രൊസീജിയർ ആയിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും സർജറി എന്ന് പറയും. ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് എന്ന് പറയും, വലിയ വലിയ കാര്യത്തിന് സർജറി. അപ്പൊ ചെറിയ പ്രൊസീജിയർ ആയതുകൊണ്ടിട്ട് അന്ന് തന്നെ എനിക്ക് ഡിസ്ചാർജ് തന്നു. ഞാനൊരു രാവിലെ 10 മണിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. വൈകുന്നേരം ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോഴത്തേനും എന്നെ ഡിസ്ചാർജ് ചെയ്തു. അവർ പറഞ്ഞു 24 hours കാല് നിലത്ത് കുത്താൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കാല് നിലത്ത് കുത്തി വോക്കിംഗ് സ്റ്റിക്ക് ഒക്കെ തന്നു. അതൊക്കെ ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. 2 വോക്കിംഗ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു. വോക്കിംഗ് സ്റ്റിക്ക് അല്ല, ടിക്രച്ചസ് ഇല്ലേ, അത് തന്നു. അത് എനിക്ക് അവർ ഫ്രീ ആയിട്ട് തന്നു. അത് എന്നിട്ട് ഇത് കുത്തി നടക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ്. പിന്നെ നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുഡ് കാര്യങ്ങള് എല്ലാം തന്നു. നഴ്സുമാരൊക്കെ ആണെങ്കിലും നല്ല ഇത്. ആകെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു. അത് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, ഡോക്ടേഴ്സ് വരുമ്പോൾ നഴ്സ് വരുമ്പോൾ ആരൊക്കെ നമ്മൾ നോക്കാൻ വരുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർ ആദ്യം തൊട്ട് വെരിഫൈ ചെയ്യും. നമ്മുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി, അവർക്ക് പേഷ്യന്റ് മാറി പോവാൻ പാടില്ല എന്നുള്ള രീതിക്ക് അതവരുടെ പ്രോട്ടോകോളാണ്. നമ്മൾ ഈ സെഡേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാതി ഉറക്കത്തിലായിരിക്കും നമ്മൾ കിടക്കുക. പക്ഷെ അവർ വന്നിട്ട് ഇത് തന്നെ പിന്നെയും ചോദിക്കും. എക്സ്പീരിയൻസ് ഒക്കെ നല്ലായിരുന്നു. ഒരു മലയാളി നേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ആ കുട്ടി ഭയങ്കര സപ്പോർട്ടീവ്. അത് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, നേഴ്സ് ആയിട്ടില്ല, ഓസ്കി എഴുതാൻ നിൽക്കുന്ന ആളായിരുന്നു. ആ കൊച്ചും നല്ല സപ്പോർട്ട് ചെയ്ത്. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് പ്രൊസീജിയറും എല്ലാം എനിക്ക് തോന്നിയത്. അപ്പോയിന്റ്മെന്റ് കിട്ടാനാണ് ഏറ്റവും പാട്. ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ നല്ലതാ. പിന്നെ ഞാൻ കണ്ടത് നാട്ടിലെ സർജറി കഴിഞ്ഞിട്ട്, സർജറി ചെയ്യണതിന് മുന്നേ അവരൊരു എക്സ്റേ എടുത്തു, സർജറി ചെയ്ത് കഴിഞ്ഞ ഒരു എക്സ്റേ എടുത്തു, 1 വീക്ക് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ട് ഒരു എക്സ്റേ എടുപ്പിച്ചു നാട്ടിൽ. ഇവിടെ അതൊന്നും ചെയ്തില്ല. സർജറി കഴിഞ്ഞ് അവർ ഡയറക്റ്റ് വീട്ടിലേക്ക് വിട്ടു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടായിരിക്കാം എനിക്കറിയാം, അതും എനിക്കറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ചിന്തിക്കും, കാരണം അവർക്ക് അറിയണ്ടേ, ചുമ്മാ ഇത് അകത്തുള്ള കാര്യമാണല്ലോ, പുറത്തൊന്നും നോക്കിയാൽ എങ്ങനെയാണ് എന്ന് അറിയണ്ടേ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും അതെന്താണ് അങ്ങനെയെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പോഴും മുട്ടിന് വേദനയുണ്ട്. അത് കഴിഞ്ഞ് ആർത്രോസ്കോപ്പി കഴിഞ്ഞിട്ട് എന്നെ റെഫർ ചെയ്തു ഹോസ്പിറ്റലിലേക്ക്. എനിക്ക് ACL ടിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ACLന്റെ റിക്കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് റെഫർ ചെയ്തു. ഇപ്പം ഞാൻ ഡോക്ടറെ പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഓക്സ്ഫോർഡിലേക്ക് മാറി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. എനിക്ക് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ലാസ്റ്റ് മന്ത് ആയിരുന്നു. എനിക്ക് എമർജൻസി ആണെങ്കിൽ ഒരു വേഗം
ഇല്ല ആക്ച്വലി. ഇല്ലേ? നമ്മളിപ്പോൾ എമർജൻസി ആയിട്ട് നമുക്കൊരു പനി വന്നാൽ അവരെപ്പോഴും GP-യിൽ വിളിച്ചിട്ട് അവർ പറയുക നിങ്ങൾ പാരസെറ്റമോൾ എടുത്ത് വെള്ളം കുടിച്ച് റെസ്റ്റ് ചെയ്തോ, അതാണ് അവർ പറയുക. നമ്മൾ പനി വന്നാൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ പോലും അവർ പറയില്ല. കാരണം നമ്മൾ ഇപ്പൊ ഇവിടുത്തെ ഫാർമസിയിലൊക്കെ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ഒക്കെ കിട്ടുമല്ലോ. അല്ല ഇത് തന്നെ നാട്ടിൽ നമുക്ക് ചിന്തിക്കാറുണ്ട്. പക്ഷെ നാട്ടിലൊന്നും നമുക്ക് ഇപ്പൊ നാട്ടിലൊരു ഫാർമസി പോയിട്ട് നമുക്ക് അമോക്സലിനോ അല്ലെങ്കിൽ ഇത് കിട്ടൂല. ഇവിടെ ചെയ്യണതാണ് ശരിയെന്ന് എനിക്ക് തോന്നിയേക്കണം. കാര്യം എന്താ വെച്ചാൽ ആന്റിബയോട്ടിക്സ് ആവശ്യമില്ല. അപ്പം അത് ഇവിടുത്തെ കാര്യമാണ് ശരിയെന്ന് തോന്നിയേക്കണം. ഞാനൊക്കെ പനി വന്ന് പനിച്ച് വിറച്ച് ഒരാഴ്ചയൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട്. എന്നിട്ട് പോലും GP-യിൽ എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. അവര് പറയണത് നിങ്ങൾ റെസ്റ്റ് ചെയ്താൽ മതി, പാരസെറ്റമോൾ എടുക്കുക, റെസ്റ്റ് ചെയ്യുമ്പോ നമ്മുടെ പനി മാറുന്നുണ്ട്. ഒരാഴ്ച റെസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച പക്ഷെ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇവിടെ ജോലിക്ക് പോയില്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും നടക്കത്തൊന്നുമില്ല. അങ്ങനെയാണ്. പിന്നെ സിക്ക് എടുത്തല്ലോ. സിക്ക് എടുക്കുമ്പോ നമുക്ക് വർക്ക് ചെയ്യാനായല്ലോ. അപ്പൊ സിക്ക് ലീവ് പെയ്ഡ് ആയിരുന്നോ അൺപെയ്ഡ്? ഞാൻ ഈ ആർത്രോസ്കോപ്പി ചെയ്തത് ടാക്കൂസിൽ വെച്ചിട്ടാണ്. അത് ഞാൻ എന്റെ ആനുവൽ ലീവ് എടുത്തിട്ടാണ് ചെയ്തത്. 3 weeks റെസ്റ്റ് വേണമായിരുന്നു എനിക്ക്. അപ്പൊ ആനുവൽ ലീവ് എന്ന് പറയുമ്പോ ഇവിടെ ഹോളിഡേ ആണ്, പെയ്ഡ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു 28 days. ഇപ്പൊ ടാക്കോസിലായിരുന്ന സമയത്ത് എത്ര അവർ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ആനുവൽ ലീവ് അക്യൂർ ആവുന്നത്. ബാക്കിയൊക്കെ ഫിക്സഡാ, ഇവിടെയൊക്കെ ഫിക്സഡാ. പക്ഷെ 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 3 ആഴ്ച റെസ്റ്റ് വേണ്ടത് കൊണ്ടിട്ട് ആ ഒരു വീക്ക് ഞാൻ സിക്ക് പേക്ക് അപ്ലൈ ചെയ്തു. ഒരാഴ്ച എനിക്ക് 90 പൗണ്ടാണ് കിട്ടിയത്. സ്റ്റിൽ പേയ്മെന്റ് കിട്ടി. പക്ഷെ ഒരാഴ്ചത്തേക്ക് സിക്ക് പേ എന്നുള്ളത് ഒരാഴ്ചത്തേക്ക് സിക്ക് പേ എന്ന് പറയുന്നത് 90 പൗണ്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് വൺ ഡേ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റിന്റെ സിക്ക് പേ എന്ന് പറയുന്നത് റേറ്റ് ഭയങ്കര കുറവാ. പിന്നെ ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലതാണല്ലോ, കിട്ടും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ്. പക്ഷെ ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര പാടാണ്. പിന്നത്തെ കാര്യം എന്ന് പറയണത് നോക്കാൻ ഒരാള് ആക്ച്വലി നമുക്ക് വേണം. അപ്പൊ നാട്ടിലാണെങ്കിൽ നമ്മുടെ പേരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പിന് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാവരും അവരുടേതായ ബിസി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ എന്റെ ചേച്ചി ചേട്ടായി ഉള്ളത് കൊണ്ടിട്ട് ചേച്ചിയും ചേട്ടായിയാണ് എന്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നോക്കിയത്. പിന്നെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എമർജൻസി ആയിട്ട് കിട്ടുമോ എന്നുള്ളത്. എമർജൻസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി മിക്ക ഹോസ്പിറ്റലിലും ANE ഉണ്ടാവും. ANEയിലേക്ക് പോയാൽ ANEയിൽ പോയാൽ അവരപ്പം തന്നെ നമുക്ക് എടുത്ത് കാണാനായിട്ട് അപ്പം തന്നെ പറ്റത്തില്ല. നമ്മൾ പോയാൽ ഈ GP-യിൽ ഈ 2 ആഴ്ച 3 ആഴ്ച വെയിറ്റ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു 4-5 മണിക്കൂറിനുള്ളിൽ കാണാൻ പറ്റും. പക്ഷെ ANEയിലും ആ ടൈമിൽ അത്രയും ടൈം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ANE പോകേണ്ട ഒരു ആവശ്യം വന്നത് എൻ്റെ കാണാവോന്ന് അറിഞ്ഞൂടെ, എൻ്റെ ഈ ഒരു വിരലിൻ്റെ ഒരു വളവുണ്ട്, കാണാവോ? ഈ ഒരു ഇതെന്ന് വെച്ചാൽ വീട്ടിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റ്, ഞാൻ അടുക്കി പെറുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയതാണ് ആക്ച്വലി. അപ്പോൾ ANEയിൽ പോയിട്ട് അന്ന് എനിക്കൊരു 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രമാണ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഡോക്ടറെ കണ്ടു, എക്സ്റേ എടുത്തു. ഞാൻ വേറെ ഒന്നുമല്ല, ഇത്രയും ഇങ്ങനെ പ്രൊസീജിയർ ചെയ്തെന്ന് പറഞ്ഞു. മെഡിസിൻ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ മെഡിസിൻ കുറെ തരുന്നുണ്ടോ അതോ ഇല്ലേ? എനിക്ക് ആകെ ഐബുപ്രൂഫിനും പാരസെറ്റമോളും മാത്രമേ തന്നിട്ടുള്ളൂ. വേറെ ഒരു മെഡിസിനും ഒന്നും എനിക്ക് തന്നിട്ടില്ല. പിന്നെ നാട്ടില് എനിക്ക് തോന്നുന്നു ടാബ്ലറ്റ്സ്, കാൽസ്യം ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കുറെ മെഡിസിൻസ് തരാറുണ്ട്. ഇവിടെ അതൊന്നുമില്ല. പാരസെറ്റമോൾ, ഐബുപ്രൂഫിൻ പെയിൻ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുക എന്നുള്ള ഒരു രീതിക്ക് മാത്രം. എനിക്കാണെങ്കിൽ പാരസെറ്റമോൾ, ഐബുപ്രൂഫിൻ അങ്ങനെ ഇഷ്ടമല്ല എടുക്കുന്നത്. നാട്ടിലാണ് ആക്ച്വലി മെഡിസിൻസ് നമുക്ക് കൂടുതൽ തരുന്നത്. അതാണ് നമുക്ക് ശരിയായിട്ടാണോ? എനിക്കറിഞ്ഞൂടാ. നമ്മുടെ ശരിയായിട്ട് തോന്നാറില്ല. കാര്യം നാട്ടിൽ ഇങ്ങനെ കുറെ മെഡിസിൻസ് തന്നതും ഇവിടെ കുറവ് വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ വേദനകൾ മാറണതും എനിക്ക് ഇവിടത്തെ മെഡിസിൻ കൊടുക്കണതാണ് സത്യമായിട്ട് പേഴ്സണലി. ഫാർമസി ഫീൽഡിലല്ലേ, അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ. കൂടുതൽ ഞാൻ ഇതില് വലിച്ചു നീട്ടുന്നില്ല. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കേട്ടോ. ഓരോ അഭിപ്രായങ്ങളും ഇതുകൊണ്ടല്ലോ പിന്നെ എമർജൻസിയിൽ എനിക്ക് തോന്നുന്നു ലണ്ടനിൽ കുറച്ചുകൂടെ അപ്പോയിന്റ്മെന്റ് കിട്ടാനും ഡോക്ടറെ കാണാനും കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം അവിടെ ഹോസ്പിറ്റൽസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ GPക്കാണെങ്കിലും ഒരിടത്തു നിന്നല്ലെങ്കിൽ മറ്റിടത്തേക്ക് റെഫർ ചെയ്യാൻ ഭയങ്കര ഇതുണ്ട്. ഇപ്പൊ ഞാൻ ഓക്സ്ഫോർഡ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ് ആക്ച്വലി. ഭയങ്കര പാടാണ് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട്. ഇപ്പൊ ഞാൻ എൻഡോസ്കോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നത് 6 മാസത്തിന് മേലെ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്.
അത് മിനിമമാണ്. ഞാൻ കയറിയ സമയത്ത് ഇപ്പം നല്ല രീതിക്ക് കുറഞ്ഞു. എൻ്റെ മാനേജറുടെ ഒറ്റ കഴിവാണ് വെയിറ്റിംഗ് ലിസ്റ്റ് കുറഞ്ഞത്. പക്ഷെ അതിന് മുന്നേ 1 ഇയർ ഉൾപ്പെടെ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ബെറ്റർ എപ്പോഴും ഞാൻ നോക്കിയിട്ട് ലണ്ടനിലാണ് അപ്പോയിൻമെന്റ് കിട്ടാനും, അതേപോലെ ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടുതലാണ്, ഓപ്ഷൻസ് കൂടുതലാണ്. ഇപ്പം ഞാൻ വൈറ്റാപ്പലിലാണ് ANEയിൽ പോയത്. ഇപ്പം ഞാൻ അവിടെ വൈറ്റാപ്പലിൽ പോയിട്ട് ഇതല്ലെങ്കിൽ എനിക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യം അധികം താമസിക്കാണ്ട് തന്നെ നമുക്ക് പോയി കാണാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ കുറെ ലണ്ടനിലാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളെ അത്യാവശ്യം എല്ലാം ഇല്ല തോന്നുന്നില്ല. അപ്പൊ നമുക്കിത് കൺക്ലൂഡ് ചെയ്താലേ. ഓക്കെ, ഇത് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയണ കാര്യം, നിങ്ങൾക്ക് ഒരാവശ്യം ഇല്ലെങ്കിൽ പോലും GPയിൽ രജിസ്റ്റർ ചെയ്യുക. GPയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 2 ഇയേഴ്സ് ആയിട്ടും GPയിൽ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ അത് പിന്നെയും റീരജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പം പെട്ടെന്ന് ഒരു അത്യാവശ്യം നമുക്ക് ആ ടൈമിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ കാണാൻ പോകാനായിട്ട് ഒരു അപ്പോയിൻമെന്റ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഈ രജിസ്ട്രേഷൻ കംപ്ലീഷൻ ഫുള്ളായിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ സത്യം പറഞ്ഞ IHS ചാർജും അടച്ചത് ഞാൻ നല്ല രീതിക്ക് മുതലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയും. സർജറി ഈ കാലിൻ്റെത് എനിക്ക് നേരത്തെ ഉള്ളതാണ്. പക്ഷെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റ് എന്തായാലും ചെയ്യുന്നത് നല്ലതാണ്. അത് അപ്പോയിൻമെന്റ് കിട്ടാൻ ഭയങ്കര പാടാ. എനിക്ക് ആ ടൈമിൽ വന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഫെയിന്റ് ആയി പോവുമായിരുന്നു. അത് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോഴ് തൈറോയിഡ് എനിക്ക് ബോർഡർ ലൈൻ ആയിരുന്നു. പിന്നെ അയൺ ലെവൽ കുറവായിരുന്നു. അപ്പം അതൊരു 4 months ഗ്യാപ്പിൽ എനിക്ക് 2 ഇത് കിട്ടി. അപ്പം എപ്പോഴും ഞാൻ പറയണത് GPയിൽ എപ്പോഴും രജിസ്റ്റർ ചെയ്യുക. അത് പ്രോപ്പറായിട്ട് GP യൂസ് ചെയ്ത് ഹെൽത്ത് എന്തായാലും ടെസ്റ്റ് ചെയ്യണതൊക്കെ നല്ലതാണ്, നമ്മുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വേറെ ഒന്നുമില്ല. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്നും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ റിപ്ലൈ തരുന്ന. അപ്പൊ നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. സോ ബൈ.